വെൽക്കം ബാക്ക് ടു കെ ഫോക്കസ്. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കോൺസെൻട്രേഷൻ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷനും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷനും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഏകദേശം ഡബിൾ ആകുമെന്നാണ് പറയുന്നത്. ഇനി ടെമ്പറേച്ചറും റേറ്റ് ഓഫ് റിയാക്ഷനുമായിട്ടുള്ള റിലേഷൻ, അല്ലെങ്കിൽ അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറേനിയസ് ഇക്വേഷൻ വെച്ചിട്ടാണ്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തേയില്ല. ഒട്ടുമുക്കാലും ഒരു 90% കൂടുതലും അറേനിയസ് ഇക്വേഷനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഗ്രാഫ്, ഇക്വേഷൻസ്, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പ്രോബ്ലം, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതിരിക്കരുത്. അപ്പം ടെമ്പറേച്ചറും റേറ്റ് ഓഫ് റിയാക്ഷനും തമ്മിലുള്ള റിലേഷനെയാണ് ആര് കാണിക്കുന്നത്? അറേനിയസ് ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അറേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് റേറ്റ് കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു A e raised to minus EA by RT ആണ്. ഇതിനകത്ത് ഇനി ഓരോ ടേം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്കറിയാം, റേറ്റ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഇതെന്ന് പറയുന്നത് അറേനിയസ് ഫാക്ടർ ആണ്. അറേനിയസ് ഫാക്ടർ. ഇ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി. ആർ എല്ലാവർക്കും അറിയായിരിക്കും, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. K equal to A e raised to minus EA by RT, where EA is the activation energy. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇക്വേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. ഓക്കെ. ഇനി ഇവിടെ തന്നെ ഈ ആക്ടിവേഷൻ എനർജിയെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് ഈ അറേനിയസ് ഇക്വേഷനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ഗ്രാഫ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചോളൂ. നാച്ചുറൽ ലോഗ്. ലോഗ് K ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് A e raised to minus EA by RT. ഇനി ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ബി ആണ്. അങ്ങനെയെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലോഗ് എ പ്ലസ് ലോഗ് ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് എഴുതാം. ഇനി ലോഗ് എക്സ് റേസ് ടു എ എന്ന് പറയുന്നത് എ ഇൻറ്റു ലോഗ് എക്സിന് ഈക്വൽ ആണ്. എ ഇൻറ്റു ലോഗ് എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ ആ ഫോമിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. എ ഈ മൈനസ് ഇ എ അല്ലേ, ഇവിടെ എ ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഇ എ ഇൻറ്റു ലോഗ് ഇ എന്ന് വരും. മൈനസ് ഇ എ ബൈ പവറിലുള്ളതെല്ലാം കൂടി ബൈ ആർ ടി അല്ലേ. ഇ എ ബൈ ആർ ടി ഇൻറ്റു ലോഗ് ഇ എന്ന് വരും. ഇവിടെ പവറിനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇ എ എന്ന് പറയുന്ന ആ ഒരു ടേം ഫുള്ളായിട്ടും ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ മാറും? ലോഗ് K ഈസ് ഈക്വൽ ടു, ഈ ടേമിനെ ഞാൻ ആദ്യം അങ്ങോട്ട് എഴുതുവാണേ, മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് വരും. ലോഗ് ഇ 1 ആണ്, നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പ്ലസ് ലോഗ് എ എന്ന് വരും. ഇതും എന്തിൻ്റെ ഫോമിൽ തന്നെയാണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുടെ ഫോമിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാമല്ലോ.
കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും അതിൻ്റെ ഗ്രാഫും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. കാണാത്തവരാണെങ്കിൽ ഇന്ന് കണ്ടേക്കണം. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ഗ്രാഫുകളൊക്കെ വരുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് 1/tയും ലോഗ് കെയും വെച്ചിട്ടാണ്. നാച്ചുറൽ ലോഗാണ് കെയും 1/tയും. നെഗറ്റീവ് ആണല്ലേ, ഗ്രാഫ് താഴേക്ക് വരുള്ളൂ. സ്ലോപ്പ് ഇതെന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ലോഗ് എക്ക് ഈക്വൽ ആയിരിക്കും. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ സ്ലോപ്പോ -EA/r ഈക്വൽ ആയിരിക്കും. -EA/r അല്ലേ, ഇവിടെ വരുന്നത് -EA/r ആണ്. അതിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? EA is equal to minus slope into R. Minus slope into R. ക്ലിയർ ആയോ? ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. ഇനി എന്തോ ആക്ടിവേഷൻ എനർജി? അതായത് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോഴത്തേക്കും ഇത് നേരിട്ട് പ്രോഡക്റ്റിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്. ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ കോമ്പൗണ്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ഡികമ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് ആണ് എന്തിലേക്ക് വരുന്നത്? ഫൈനലായിട്ട് പ്രോഡക്റ്റിലേക്ക് വരുന്നത്. അപ്പം ഈ ആക്ടിവേഷൻ കോംപ്ലക്സ് ഉണ്ടാകാൻ ആവശ്യമായ എനർജിക്കാണ് എന്ത് പറയുന്നത്? ആക്ടിവേഷൻ എനർജി. എനർജി റിക്വയർഡ് ടു ഫോം ആക്ടിവേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്. എനർജി റിക്വയർഡ് ടു ഫോം ആക്ടിവേഷൻ കോംപ്ലക്സ് ഓർ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്. നമ്മളിപ്പോൾ ഒരു ഗ്രാഫിക്കലായിട്ട് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് എനർജി, ഇതെന്ന് പറയുന്നത് റിയാക്ഷൻ കോർഡിനേറ്റ്. റിയാക്റ്റൻസ് നേരെ അത് ആക്ടിവേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ടേ ഫൈനലായിട്ട് എന്തിലോട്ട് വരത്തുള്ളൂ? പ്രോഡക്റ്റിലേക്ക് വരത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോഴത്തേക്കും റിയാക്റ്റൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇതാണ് എനർജി ലെവൽ. പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഉള്ള എനർജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇവിടെ രണ്ട് ഡിഫറൻസ് വരുന്നില്ലേ? എനർജിയുടെ ഡിഫറൻസ് വരുന്നില്ലേ? ഈ എനർജി ആയിരിക്കും റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ ആക്ടിവേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് റിയാക്റ്റൻ മോളിക്യൂൾസിന് എന്ത് എനർജി ഉണ്ടായിരുന്നോ അതിനെക്കാട്ടിലും ഒത്തിരി ഹൈ എനർജിയിലേക്കാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ EA ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് ഹൈ എനർജി ഉള്ള ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ഫോം ചെയ്യും. ആ കോംപ്ലക്സ് മോളിക്യൂൾസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എനർജിയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് നമ്മൾ പറഞ്ഞു റിയാക്ഷൻ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും കൂടി നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അറീനിയസ് ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞായിരുന്നു അല്ലേ? ഇവിടെ ഉണ്ട്. ഓക്കെ, K = A e EA/RT എന്നുള്ളത് ഓക്കെ ആണോ? ഇനി T1 T2 ടെമ്പറേച്ചറിൽ T1 ടെമ്പറേച്ചറിൽ K1ഉം T2 ടെമ്പറേച്ചറിൽ K2 ആണ് റിയാക്ഷൻ കോൺസ്റ്റന്റ് എങ്കിൽ ലോഗ് K1/K2 ഈക്വൽ ടു EA/2.303 ഇൻറ്റു
T2 minus T1 by T1 T2. Log K1 by K2 equal to EA by 2.303 R. 303 R കൂടി ഉണ്ട്. R T2 minus T1 by T1 T2. ഇതും ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ വരുന്ന അറീനിയസ് ഇക്വേഷൻ ആണ്. അറീനിയസ് ഇക്വേഷൻ shows the relation connecting reaction constant and temperature at different temperatures. അപ്പോൾ ഈ ഇക്വേഷനും കൂടി ഒന്ന് പഠിച്ചിട്ടേക്കണം. അതായത് log K1 by K2 equal EA by 2.303 R T2 minus T1 by T1 T2. ഓക്കെ ആണോ? ഇതും ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്, പഠിച്ചിട്ടേക്കണം, മറന്നുപോയേക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളിനി കൂടുതൽ ക്ലാസ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എക്സാം അടുത്ത് വരികയാണ്. എല്ലാവരും കാര്യമായിട്ടൊക്കെ ഇരുന്നങ്ങ് പഠിച്ചോണം. എക്സാം ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കൂടുതലായിട്ട് ഈ ചാനൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾ ഏതിൻ്റെ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ. എപ്പോഴും കണ്ടൻറ് എപ്പോഴും എക്സാം ക്വസ്റ്റ്യന് ബേസ് ചെയ്തുള്ളതായിരിക്കും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.